അതേപ്പറ്റി കേട്ടു, വിശദാംശം അറിയില്ല. നെൽവയലുകളും നീർത്തടങ്ങളും നശിപ്പിച്ചുകൊണ്ട് ഇല്ലാതാക്കിയിട്ട് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെടുന്നൊരു കമ്പനിയെ എല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് മുന്നോട്ട് പോകുന്നത് യഥാർത്ഥ വികസനമാകുമോ എന്ന് ആർക്കും ചോദിക്കാം. ആ ചോദ്യം തള്ളിക്കളയാവുന്ന ചോദ്യമല്ല. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും ഇല്ലാതായാലുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതത്തെപ്പറ്റി കേരളം പഠിക്കാൻ വേണ്ടുവോളം പാഠങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ പാഠങ്ങളെ അവഗണിച്ചു കൊണ്ടുപോകാനാകില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഫോട്ടോ വിഷയത്തിൽ ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞത് ഈ പതാകയേന്തിയ ദേശീയ പതാകയേന്തിയ ഭാരതാംബയുടെ ഫോട്ടോ വയ്ക്കാൻ നിർദ്ദേശം പറഞ്ഞപ്പോൾ അതുപോലും അംഗീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ആ വിഷയം കഴിഞ്ഞല്ലോ. നിലപാട് തിരുത്തിയല്ലോ രാജ്ഭവൻ. ആ വാർത്ത വായിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞു, അത് ശരിയാണെങ്കിൽ ആ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരബലയുടെ കേന്ദ്രമാണ് രാജ്ഭവനെങ്കിൽ ഹെഡ്ഗാവാറെയും ഗോൾവാക്കറെയും മാത്രം വെച്ചാൽ പോരാ, സവർക്കറും കൂടി ആയാലേ അത് പൂർത്തിയാകുമെന്ന് ഞങ്ങളന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ പറഞ്ഞിരുന്നു ഞങ്ങൾ. അത് ഹെഡ്ഗാവാറാകാമെങ്കിൽ ഗോൾവാക്കറാകാമെങ്കിൽ സവർക്കറുമാകാമല്ലോ. അതെല്ലാം വെച്ചുകൊണ്ടുള്ളൊരു കാര്യാലയമായി രാജ്ഭവനെ മാറ്റാൻ ശ്രമിച്ചാലും ആ ശ്രമം ജനാധിപത്യ ഇന്ത്യക്ക്, മതേതര ഇന്ത്യക്ക്, ഭരണഘടനാ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഇന്ത്യക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാകാത്ത ഒരു RSS രാഷ്ട്രീയത്തിൻ്റെ കാൽവയ്പായിരിക്കും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ആ തീരുമാനം വൈകിയാണെങ്കിൽ തിരുത്താൻ രാജ്ഭവൻ തയ്യാറായി എന്നാണ്. ആ തയ്യാറാകലിനെ പറ്റി ഞാൻ പറയട്ടെ, ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ലേറ്റ് ദാൻ നെവർ. രാജ്ഭവനിലെ എല്ലാ ചടങ്ങുകളിലും RSS മുദ്രയുള്ള ആ ഭാരതാംബയെ തലയിൽ സ്വർണ്ണ കിരീടവും അരയിൽ അരപ്പട്ടയും കയ്യിൽ RSS കൊടിയും സിംഹപ്പുറത്തെ ഇരിപ്പിടവുമുള്ള ഒരു ഭാരതാംബ വേണമെന്ന് ഒരു ഘട്ടത്തിൽ രാജ്ഭവൻ ശാഠ്യം പിടിച്ചിരുന്നു. ആ ഭാരതാംബയുടെ പുറകിൽ ഇന്ത്യയുടേതല്ലാത്ത, ഇന്ത്യക്കറിയാത്ത ഒരു ഭൂപടം വേണമെന്നും രാജ്ഭവൻ അന്ന് പറഞ്ഞിരുന്നു. ആ നിലപാടെല്ലാം രാജ്ഭവൻ മാറ്റി എന്നുള്ള കാര്യം സത്യമാണെങ്കിൽ ഞങ്ങൾ പറയും ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ലേറ്റ് ദാൻ നെവർ. ഞങ്ങൾക്കറിയില്ല. അരപ്പട്ട കെട്ടിയ സ്വർണ്ണകിരീടം വെച്ച സിംഹപ്പുറത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മാപ്പല്ലാത്ത ഏതോ മാപ്പുള്ള ഒരു ഭാരതാംബയെ ഇന്ത്യക്കറിയില്ല. ആ ഭാരതാംബയെ ഒളിച്ചു കടത്താൻ ആരും ശ്രമിക്കേണ്ടതില്ല.